ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 56 11/12/1987. പിന്നീട് പുഷ്പമേ, നിന്റെ രക്ഷകനായ യേശുവായ ഞാനാണിതെന്ന് നീ ഒരിക്കലും സംശയിക്കരുത്. ഞാൻ നിന്നെ എവിടെ നിന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നതെന്ന് തിരിഞ്ഞു നോക്കുക. എന്റെ മക്കളിൽ അനേകർ ഇപ്പോഴും കഴിയുന്ന നികൃഷ്ടാവസ്ഥയിൽ നിന്നാണ് ഞാൻ നിന്നെ കണ്ടെത്തിയത്. എന്റെ ഭൂതകാലം യേശു എന്നെ പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു. വസൂല, നീ ആ ക്രൂശിത രൂപം കാണുന്നില്ലേ? ജെറുസലേമിലെ ഒലിവുമരം കൊണ്ടുള്ള ഒരു ക്രൂശിത രൂപമാണ് യേശു ഉദ്ദേശിച്ചത്. ആ ക്രൂശിത രൂപം ഞാൻ സന്ദേശം എഴുതിയെടുക്കുന്ന നോട്ട്ബുക്കിന്റെ മുകളിൽ വെച്ചിരിക്കുകയായിരുന്നു. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ ആ ക്രൂശിത രൂപം എന്റെ കയ്യിൽ പിടിക്കാറുണ്ട്. അതെ എന്റെ വസൂല, അത് ഇപ്പോൾ കയ്യിലെടുക്കുക. എന്റെ അധരങ്ങളോട് ആ ക്രൂശിത രൂപം ചേർത്ത് പിടിക്കുക. ഞാൻ ആ ക്രൂശിത രൂപം യേശുവിന്റെ അധരങ്ങളോട് ചേർത്ത് പിടിച്ചപ്പോൾ അവിടുന്ന് ആ ക്രൂശിത രൂപത്തെ വാത്സല്യത്തോടെ ചുംബിച്ചു. നീയും ആ ക്രൂശിത രൂപത്തെ ചുംബിക്കുമോ? ഞാൻ ആ ക്രൂശിത രൂപം ചുംബിച്ചു. ഇപ്പോൾ അതെടുത്ത് ഉയർത്തുക. ഞാൻ അതിനെ ആശീർവദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു. 12/12/1987. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ മേലുള്ള കുറ്റാരോപണങ്ങൾ അങ്ങയുടെ ചെവികളിൽ എത്തിയിട്ടുണ്ടാകുമല്ലോ. ഇത് 3-ാം തവണയാണ് യഹോവ സാക്ഷികൾ എന്റെ മേൽ കുറ്റം ആരോപിക്കുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം അവർ പറഞ്ഞത് ഈ സന്ദേശങ്ങൾ പിശാചിന്റെ പ്രവൃത്തിയാണെന്നാണ്. എന്നാൽ അവർ ഈ സന്ദേശങ്ങൾ വായിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ല. എന്നാൽ 3-ാം തവണയായ ഇപ്രാവശ്യം അവർ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് നിബന്ധിച്ച് നശിച്ചുപോയ മാലാഖമാരുടെ പിന്മുറക്കാരിയാണ് ഞാനെന്ന്. എന്തുകൊണ്ടാണിത്? എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ തമ്മിൽ ഇത്രമാത്രം വ്യത്യാസങ്ങൾ? എവിടെയാണ് തെറ്റുപറ്റിയത്? ഇതിനു മുമ്പ് ഒരിക്കലും എന്റെ സഭ ഇത്രമാത്രം ആശയക്കുഴപ്പത്തിലായിരുന്നിട്ടില്ല. നിങ്ങളുടെ പരിശുദ്ധ മാതാവിന്റെ വാക്കുകൾ ഓർക്കുക. ഇന്നത്തെ എന്റെ സഭ എത്രമാത്രം ആശയക്കുഴപ്പത്തിലാണെന്നതിന്റെ സാദൃശ്യമാണ് ഗരബന്താളിലെ സന്ദേശത്തെ സംബന്ധിച്ചുണ്ടായ ആശയക്കുഴപ്പം. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. നീ ദുഃഖിക്കുന്നത് നീ എന്നെ അനുഭവിച്ചറിയുന്നത് കൊണ്ടാണ്. നീ എന്നെ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. എന്ത് കാരണത്താലാണ് ഞാൻ സഹിക്കുന്നതെന്ന് നീ തിരിച്ചറിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു. വസൂല, ഞാൻ അവരെയും സ്നേഹിക്കുന്നു. എന്നാൽ അവർ സാത്താനാൽ വളരെയധികം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. അന്ധരാക്കിക്കൊണ്ട് മറ്റൊരു വഴിയെ സാത്താൻ അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മിഥ്യാധാരണയിൽ എന്റെ മാതാവിനെ സ്വർഗീയ രാജ്ഞിയായി അവർ പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല, എന്റെ പത്രോസിനെയും എന്റെ ആടുകളുടെ മേൽ പത്രോസിന് നൽകപ്പെട്ട അധികാരത്തെയും അവർ അവഗണിക്കുന്നു. അവർ എന്റെ പുഷ്പങ്ങളെ പീഡിപ്പിക്കുകയും ഇക്കാലത്തെ എന്റെ എല്ലാ സ്വർഗീയ പ്രവൃത്തികളെയും അവജ്ഞയോടെ വീക്ഷിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനെയും ദുഷിക്കുവാൻ സാത്താൻ അവരെ പരിശീലിപ്പിച്ചിരിക്കുന്നു. അവർ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. സത്യം ഗ്രഹിക്കുന്നതിൽ നിന്ന് സാത്താൻ അവരെ വിലക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങളിലേക്കും നുഴഞ്ഞു കയറിയിരിക്കുന്നു. ഞാൻ നിനക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇത്തരം വ്യാജമതങ്ങളെ കുറിച്ചാണ്. എന്റെ മക്കൾക്ക് ഞാൻ നൽകിയിരിക്കുന്ന കൃപകളെ ഇക്കൂട്ടർ വിളിക്കുന്നത് സാത്താന്റെ പ്രവൃത്തികൾ എന്നാണ്. അവർ നിങ്ങളുടെ മാതാവിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. വസൂല, എന്നാൽ നീ ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. അതിനു പകരം കർത്താവ് അവരെ വിധിക്കുകയും അവരെ തിരുത്തുകയും ചെയ്യട്ടെ എന്ന് പറയുവാൻ പഠിക്കുക. പ്രിയപ്പെട്ടവരെ, യുഗത്തിന്റെ അവസാനം സമാഗതമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അടയാളങ്ങളും മുന്നറിയിപ്പുകളും നൽകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റോമിലെ എന്റെ സഭയെ യഹോവ സാക്ഷികൾ നിന്ദിച്ച് പരിഹസിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഏറെ വേദനയുണ്ട്. അവർ പിന്തുടരുന്നത് അവരുടെ തന്നെ വിശ്വാസ പ്രമാണങ്ങളെയാണ്. അവരാണ് ഇപ്പോഴത്തെ കായേന്മാർ, എന്റെ ആവേലുമാരെ അപായപ്പെടുത്തുന്ന കായേന്മാർ. എന്റെ സഭയിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവരെ തടസ്സപ്പെടുത്തുന്നവരാണിവർ. കഠിനഹൃദയരായ ഈ കൂട്ടർ എന്റെ ജനത്തിന് തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുന്ന വഴിതെറ്റിക്കുന്ന ടോർച്ചാണ്. എന്റെ സഭയുടെ അടിത്തറയ്ക്കെതിരെ കലഹിച്ചവരാണിവർ. കായേനിൽ നിന്നുള്ള വിശ്വാസ പ്രമാണങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഇവർക്ക് ഞാൻ എങ്ങനെ ഭൂമിയിൽ ഒരു രാജ്യം നൽകും? ഞാൻ നിങ്ങളെ ഉയർപ്പിക്കുകയും നിങ്ങളുടെ ദേഹി എന്റെ പക്കലെത്തുകയും ചെയ്യും. നിങ്ങളുടെ ദേഹി എന്റെ കരങ്ങളിലേക്ക് വരും. ഭൂമിയിൽ നിങ്ങൾ കടന്നുപോകുന്ന ഒരു നിഴൽ മാത്രമാണ്. ആദ്യ മഴത്തുള്ളികളിൽ ഒഴുകിപ്പോകുന്ന ഒരു പിടി മണ്ണ് മാത്രമാണ് നിങ്ങൾ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം ഭവനങ്ങളുണ്ടെന്നും
ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോവുകയാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അടുക്കലേക്ക്, എന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ വരും. യഹോവ സാക്ഷികൾ എന്റെ അടിത്തറയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്റെ ആധിപത്യം പിഴുതുകളയുവാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. യഹോവ സാക്ഷികൾ ആശയക്കുഴപ്പത്തിലാണ്. അവർ വിശ്വസിക്കുന്നത് ഭൂമിയിൽ ഉണ്ടാകുന്ന പറുദീസായിൽ അവർ എന്നേക്കും ജീവിക്കും എന്നാണ്. മനുഷ്യൻ മരിക്കുന്നതോടുകൂടി ദേഹിയും മരിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പുഷ്പമേ, നീ കരയരുത്. യേശു ദുഃഖിക്കുന്നതായി കണ്ടപ്പോൾ ഞാനും ദുഃഖിതയായി. എന്റെ മുൾക്കിരീടം ഞാൻ നിന്റെ മേൽ വയ്ക്കും, അതോടൊപ്പം കുന്തവും ഉണ്ടാകും. അവർ എന്റെ സഭയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നു. പത്രോസിന്റെ ഭരണം അവസാനിപ്പിക്കുവാൻ അവർ ഒന്നിച്ചുകൂടുന്നു. ദൈവമേ, അങ്ങനെ സംഭവിക്കാൻ ഇടയാക്കരുതേ. കർത്താവെ, അതിനിടവരുത്തരുതേ. പ്രിയപ്പെട്ടവരെ, ഒന്നിച്ചുകൂടുക. എന്റെ സഭയെ ബലപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഐക്യപ്പെടുക. പുഷ്പമേ, ജാഗ്രതയുള്ളവളായിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹം നിങ്ങളെ വീണ്ടെടുക്കും. പുഷ്പമേ, വന്നു വിടരുക. എന്റെ ശത്രുക്കളെ ചവിട്ടിമെതിക്കുവാൻ നിന്നെ ശക്തിയാക്കുവാൻ വേണ്ടി എന്റെ ജീവരസം നിന്നിൽ ഒഴുക്കേണ്ടതിന് പുഷ്പമേ, നിന്റെ ഇതളുകൾ തുറക്കുക. കർത്താവായ യേശുവായ ഞാൻ നിന്റെ മുന്നിലുണ്ടെന്ന് ഓർക്കുക. ഈ സന്ദേശം എന്നെ ഭയചകിതയാക്കി. അവർ അങ്ങയുടെ സന്ദേശം ശ്രവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വളരെ അടിയന്തര പ്രാധാന്യമുള്ളതാണ്. 19/12/1987. ഞാൻ സ്നേഹമാണ്. വസൂല, ആത്മാർത്ഥത തിന്മയെ കീഴടക്കുമെന്ന് അവരോട് പറയുക. വിനയം പിശാചിനെ ദുർബലപ്പെടുത്തും. സ്നേഹം സാത്താന്റെ വഞ്ചന വെളിപ്പെടുത്തും. പിന്നീട് ഫാത്തിമയിലെ തീർത്ഥാടന കേന്ദ്രത്തിലെ ദേവാലയം പരിഹാര പ്രവൃത്തികൾ ചെയ്യുന്നതിന് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. സൃഷ്ടികളെ, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. സൃഷ്ടികളെ, നിങ്ങൾ മടങ്ങി വന്ന് എന്നെ അംഗീകരിക്കുക. എന്റെ അടുക്കൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കുക. ഇനിമേൽ പാപം ചെയ്യരുത്. എന്നിൽ വിശ്വസിക്കുക, എന്നെ സംശയിക്കരുത്. എന്റെ അടുക്കൽ വന്ന് പശ്ചാത്തപിക്കുക. എന്റെ അടുക്കൽ വന്ന് എന്നെ സ്വീകരിക്കുക. വസൂല, വിശുദ്ധയായിരിക്കുക. വസൂല, എന്റെ സൃഷ്ടികളെ എന്റെ അടുക്കൽ മടക്കിക്കൊണ്ടുവരിക. ബലിപീഠമേ, എന്റെ ജ്വാല ഞാൻ നിന്നിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് നിന്നെ സ്നേഹത്താൽ ജ്വലിപ്പിക്കും. എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ താല്പര്യങ്ങൾ മാത്രം നീ അന്വേഷിക്കണം. തങ്ങളുടെ സ്വന്തം മഹത്വവും പ്രതാപവും അന്വേഷിക്കുന്ന മറ്റുള്ളവരെ പോലെ ആകരുത്. കർത്താവെ, ഞാൻ അങ്ങയുടെ താല്പര്യങ്ങൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ പറയും. കർത്താവെ, അങ്ങേക്ക് മഹത്വം നൽകുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അന്വേഷിക്കുകയുള്ളൂ. എന്റെ ഇച്ഛാശക്തിയെ അങ്ങ് സ്വീകരിച്ചാലും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമ്പൂർണമായി എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. അതേ വസൂല, എന്റെ ദാഹം ശമിപ്പിക്കുക. എന്നെ രാജാവായി കരുതണം. നിന്റെ ദൈവമായി എന്നെ ബഹുമാനിക്കുക. ഒരിക്കലും എനിക്കെതിരെ കലഹിക്കരുത്. നിന്നിലുള്ള എന്റെ സാന്നിധ്യത്തെ ബഹുമാനിക്കുന്നതിനായി നിന്റെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവളെ, വരൂ. മറഞ്ഞിരിക്കുന്നതെല്ലാം ഉടൻ തന്നെ വെളിച്ചത്ത് വരും. എന്റെ ദൈവീക കരം മറഞ്ഞിരിക്കുന്നതിന്റെ ആവരണം എടുത്തുമാറ്റും. മറഞ്ഞിരിക്കുന്നതിനെയെല്ലാം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ഗരബന്താളിലെ ദൈവീക വെളിപ്പെടുത്തൽ ഫാത്തിമയിലെ ദൈവീക വെളിപ്പെടുത്തലിന്റെ തുടർച്ചയാണ്. പ്രിയപ്പെട്ടവളെ, വരൂ. എന്റെ തുറന്ന കരങ്ങളിലേക്ക് വരൂ. നിന്റെ പിതാവിന്റെ പക്കലേക്ക് മടങ്ങി വരൂ. ദൈവത്തിന്റെ സ്വരം സ്നേഹം നിറഞ്ഞതായിരുന്നു. അവിടുന്ന് നമ്മോട് കേണപേക്ഷിക്കുകയായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വസൂല, എന്നെ ശ്രദ്ധിക്കുക. നീ എന്റെ ആബേലുമാർക്കിടയിൽ ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ടായിരിക്കും. എന്റെ നിർദ്ദേശങ്ങൾ ഞാൻ നിന്റെ ചെവിയിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് തരുവാനായി എന്റെ പക്കൽ അപ്പമുണ്ട്. എന്റെ അപ്പം പരിശുദ്ധമാണ്. എന്റെ കലവറയിൽ നിന്ന് അല്പം പുളിമാവ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മുഴുവൻ മാവിനെയും പുളിപ്പിക്കുവാൻ അത് ധാരാളമായിരുന്നു. ഈ മാവ് കൊണ്ടുള്ളതാണ് എന്റെ പുതിയ അപ്പം. അതിനാൽ പഴയ പുളിമാവ് നീക്കിക്കളയുക. പഴയ പുളിമാവിന്റെ ഗുണം നഷ്ടമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വരൂ. എന്റെ പുതിയ പുളിമാവ് ഉപയോഗിക്കൂ. വായിൽ വളരെ നല്ല രുചി പകരുന്ന പുതിയ അപ്പമായി തീരുവാൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ. എന്റെ അപ്പം ഭക്ഷിക്കുന്ന എന്റെ കുഞ്ഞാടുകൾ ഞാൻ നൽകുന്ന ഭക്ഷണത്തിലേക്ക് ആകർഷിക്കപ്പെടും. ഞാൻ വിശദീകരിച്ചിട്ടുള്ള എന്റെ അപ്പത്തെ ബഹുമാനിക്കുവിൻ. അത് ആത്മാർത്ഥതയുടെ എന്റെ അപ്പമാണ്. സത്യസന്ധതയുടെ എന്റെ അപ്പമാണ്. സ്നേഹത്തിന്റെ എന്റെ അപ്പമാണ്. പ്രിയപ്പെട്ടവളെ, ഞാൻ ആനന്ദിക്കട്ടെ.
എന്റെ കുഞ്ഞാടുകൾ എന്റെ പുതിയ അപ്പം രുചിച്ചു നോക്കട്ടെ. അത് എന്റെ കുഞ്ഞാടുകൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടട്ടെ. വിശന്നിരിക്കുന്ന ജനലക്ഷങ്ങൾ അത് ഭക്ഷിക്കട്ടെ. വയറു നിറയുവോളം അവർ ഭക്ഷിക്കട്ടെ. വിജ്ഞാനികളുടെ വാദങ്ങളാൽ എനിക്ക് ബോധ്യം വരികയില്ല. വിജ്ഞാനികൾ എന്നിൽ മതിപ്പുളവാക്കുന്നില്ല. അതിനാൽ നിന്നിൽ മതിപ്പുളവാക്കുവാൻ വിജ്ഞാനികളെ അനുവദിക്കരുത്. മകളെ, ചിതറിക്കപ്പെട്ടിരിക്കുന്ന എന്റെ കുഞ്ഞാടുകളെ തിരിച്ചെത്തിക്കുക എന്നതാണ് എന്റെ ഉദ്ദേശം. അവരെ സ്നേഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരും. എന്റെ നാമം എഴുതുക. 21/12/1987. നീതിമാനായ എന്റെ ദൈവമേ, എന്റെ ഒന്നുമില്ലായ്മയിലും എന്റെ വലിയ കഴിവില്ലായ്മയിലും എന്റെ ഉള്ളിൽ അങ്ങ് ദൈവികമായ ആഗ്രഹങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നു. അവ അങ്ങയുടെ തന്നെ ആഗ്രഹങ്ങളാണ്. അങ്ങയുടെ നാമം മഹത്വപ്പെടണമെന്നും അങ്ങയെ അംഗീകരിച്ചുകൊണ്ട് അങ്ങയുടെ കുഞ്ഞാടുകൾ ഒന്നിച്ചു കൂടണമെന്നും ഞങ്ങളുടെ സ്വർഗീയ മാതാവിനെ അവരെല്ലാവരും അംഗീകരിക്കണമെന്നും തിന്മയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവളുടെ ഭരണം എന്നേക്കും നിലനിൽക്കണമെന്നുമാണ് എന്റെ ആഗ്രഹങ്ങൾ. അങ്ങയുടെ താല്പര്യങ്ങൾ മാത്രമേ ഞാൻ അന്വേഷിക്കുന്നുള്ളൂ. അതേ വസൂല, എന്റെ താല്പര്യങ്ങൾ മാത്രം അന്വേഷിക്കുക. യഥാർത്ഥ വിശുദ്ധിയിൽ വ്യാപരിക്കുക. ചിലരെ പോലെ വിശുദ്ധിയുടെ വേഷം കെട്ടി നടക്കരുത്. കർത്താവായി എനിക്ക് അവരെ അറിയാം. ആബേലിനെ പോലെ കാണപ്പെടുവാൻ വേണ്ടി അവർ എത്രമാത്രം പരിശ്രമിച്ചാലും അവർക്ക് എന്നെ വഞ്ചിക്കുവാൻ കഴിയുകയില്ല. ഒരു മുഖം മൂടി ധരിച്ചുകൊണ്ട് തങ്ങളുടെ സ്വത്വത്തെ മറയ്ക്കുവാൻ അവർക്കാവുകയില്ല. ഇത്തവണ ആ വഞ്ചകരെ ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരുമെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ഞാൻ അവരുടെ അടുക്കൽ വരും. എന്തുകൊണ്ടാണ് കായന്മാർ എന്റെ ഭവനത്തിൽ കടന്നുകൂടിയത്? എന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെ തങ്ങളുടെ മാത്രം താല്പര്യങ്ങൾ അന്വേഷിക്കുന്ന കായന്മാർ എന്റെ ഭവനത്തിൽ കടന്നു കയറിയിരിക്കുന്നു. എന്റെ സ്വർഗീയ ശക്തിയാൽ അവരുടെ മുഖം മൂടി ഞാൻ വലിച്ചു മാറ്റും. മറഞ്ഞിരിക്കുന്നതെല്ലാം ഞാൻ മറനീക്കി പുറത്തു കൊണ്ടുവരും. പ്രിയപ്പെട്ടവളെ, ഭയപ്പെടേണ്ട. എന്റെ സഭയെ ഞാൻ ശുദ്ധീകരിക്കും. ദൈവിക സ്നേഹത്തിലേക്കും എന്റെ തിരുഹൃദയത്തിലേക്കും പ്രവേശിക്കുവാനുള്ള വഴി തടയുന്നവരെയെല്ലാം ഞാൻ തൂത്തെറിയും. വസൂല, നിനക്കറിയാമല്ലോ എന്റെ പാനപാത്രത്തിന് കയ്പുണ്ടെന്ന്. പ്രിയപ്പെട്ടവളെ, ലോകം എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കുഞ്ഞാടുകൾ എന്റെ അടുക്കൽ വരുന്നതിനുള്ള വഴിയിൽ വളരെ വലിയ പാറക്കല്ലുകൾ ഉപയോഗിച്ച് അവർ തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്റെ കുഞ്ഞാടുകൾക്ക് കൊടുക്കുന്നതിന് അവരുടെ കൈവശം യാതൊന്നുമില്ല. വസൂല, എന്റെ അന്തരാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, എന്നെ അനുഗമിക്കുക. ഞാൻ നിന്നെ വഴി നയിക്കാം. നിരാശപ്പെടരുത്. ഞാൻ നിന്നെ എപ്പോഴെങ്കിലും പരിത്യജിക്കുമോ? ഇല്ല കർത്താവേ, പ്രിയപ്പെട്ട പിതാവേ, ഞാൻ അങ്ങയെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇതാ എന്റെ കരം പിടിച്ചുകൊള്ളുക. ഒരിക്കലും എന്റെ കരത്തിൽ നിന്ന് നീ കൈവിടരുത്. എന്നിൽ നിന്ന് വരുന്നതെല്ലാം സ്വീകരിക്കുക. 22/12/1987. വസൂല, എന്റെ സഭയെ ഐക്യപ്പെടുത്തുവാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്നിച്ചു വരിക. അതിനുശേഷം ഈ പുരാതന അവശിഷ്ടങ്ങളെ പുനരുദ്ധരിക്കുക. എന്റെ സ്വന്തം കരത്താൽ അടിസ്ഥാനമിട്ട ഈ പുരാതന അടിത്തറ പണിതുയർത്തുക. വചനമായ ഞാൻ, സകലത്തിന്റെയും മേൽ ആധിപത്യമുള്ളവനായ ഞാൻ, എന്റെ അമ്മയെ ബഹുമാനിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അമ്മയെ ബഹുമാനിക്കണം. അങ്ങനെയെങ്കിൽ പൊടിയും ചാരവുമായ നിങ്ങൾ എന്റെ അമ്മയെ സ്വർഗത്തിന്റെ രാജ്ഞിയായി ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാതിരിക്കുമോ? എന്റെ സൃഷ്ടികൾ എന്റെ അമ്മയുടെ പ്രാധാന്യം തീരെ കുറച്ചു മാത്രമേ അറിയുന്നുള്ളൂ എന്നതാണ് എന്റെ ഇക്കാലത്തെ വലിയ തീവ്രമായ ദുഃഖം. ലൂതറിന്റെ പേരിലുള്ള സഭകളിലുള്ളവരും പൂർണ്ണമായി വേറിട്ട് മാറി നിൽക്കുന്ന സഭാവിഭാഗങ്ങളും പത്രോസിന്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. കർത്താവേ, അവരെല്ലാവരും ഞെട്ടിപ്പോകും. വസൂല, എന്റെ അമ്മയെ വണങ്ങുന്നതിന് വേണ്ടി ഞാൻ അവരെ മുട്ടുകുത്തിക്കും. കർത്താവായി ഞാനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ അവരെ മുട്ടുകുത്തിക്കും. എന്റെ അമ്മയെ വണങ്ങുന്നതിന് അവർ മുട്ടുമടക്കുമ്പോൾ എന്റെ പ്രകാശം അവരുടെ മേൽ പ്രശോഭിക്കുവാൻ ഞാൻ ഇടയാക്കുകയും അവരെ ഉയർപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ തായ്തണ്ടുകളെ ഞാൻ ബലപ്പെടുത്തും. ജലസേചിതമായ ഒരു പൂന്തോട്ടം പോലെയായിരിക്കും നിങ്ങൾ. ഒരിക്കലും വറ്റി വരണ്ടു പോകാത്ത ഒരു നീരുറവ പോലെയായിരിക്കും നിങ്ങൾ. എന്റെ അടിത്തറയെ ഞാൻ പുനരുദ്ധരിക്കും. പ്രിയപ്പെട്ടവളെ, എന്റെ വചനം നിന്റെ മേൽ എനിക്ക് മുദ്രണം ചെയ്യേണ്ടതിന് ഇപ്പോഴത്തെ പോലെ നീ വഴങ്ങുന്നവളും മൃദുലയും ആയി നിലകൊള്ളുക. വരൂ, എന്റെ പരിശുദ്ധമായ തിരുസാന്നിധ്യം ഒരിക്കലും മറക്കരുതേ. പൂവ് കർത്താവേ. 23/12/1987. എന്റെ ദൈവമേ, പ്രൊട്ടസ്റ്റന്റുകാർ ഞെട്ടിപ്പോകുമല്ലോ. എനിക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. വസൂല, അവർക്ക് മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ വർഷങ്ങളായി കാത്തിരിക്കുന്നു.
ഇപ്പോൾ എന്റെ അഭിലാഷങ്ങൾ എഴുതുവാൻ എന്നെ അനുവദിക്കുക. എന്നാൽ പ്രൊട്ടസ്റ്റന്റുകാർ ഞെട്ടിപ്പോകും. ശ്രദ്ധിക്കുക, ഒരുവന് തനിക്ക് സൗകര്യമുള്ളപ്പോൾ മാത്രം എന്നെ കേൾക്കുകയും അവനിഷ്ടമില്ലാത്ത കാര്യം ഞാൻ പറയുമ്പോൾ അവന്റെ ചെവികൾ അടയ്ക്കുകയും ചെയ്യുവാൻ സാധിക്കുമോ? അവർ ഈ ആശയം പൂർണ്ണമായി തള്ളിക്കളയും. കാരണം ചില ഭാഗങ്ങൾ മാത്രമായിട്ട് അവർക്ക് സ്വീകരിക്കുവാൻ കഴിയുകയില്ല. ഈ സന്ദേശത്തിലൂടെ അങ്ങല്ല സംസാരിക്കുന്നതെന്ന് അവർ പറയും. അവർ അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ ദൈവമായ എന്നെ അവർ തള്ളിപ്പറയുകയായിരിക്കും ചെയ്യുന്നത്. കർത്താവെ, അവർക്ക് ഇക്കാര്യം പ്രയാസമുള്ളതായിരിക്കും എന്ന കാര്യം ഞാൻ അങ്ങയോട് പറയട്ടെ. അവർ അങ്ങയെ തള്ളിപ്പറയുകയാണെന്ന ചിന്ത അവർക്കുണ്ടാവുകയില്ല. വാസ്തവത്തിൽ കർത്താവെ, അവർ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയെ ആരാധിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. വസൂല, നിങ്ങൾ എല്ലാവരെയും ഐക്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ശിഷ്യന്മാരിൽ ആരെങ്കിലും എന്റെ ആഹ്വാനത്തെ തള്ളിപ്പറയുമോ? ഇല്ല കർത്താവെ, അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ അങ്ങയുടെ ആഹ്വാനത്തെ തള്ളിപ്പറയുകയില്ല. നിന്റെ ഈ പ്രസ്താവനയിലൂടെ നീ എന്നെ അനിശ്ചിതത്വത്തിലാക്കുകയാണോ? അവർക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ എന്നെ ശ്രദ്ധിക്കും. നിങ്ങൾ എല്ലാവരുടെയും മേൽ പ്രകാശിക്കുവാനും നിങ്ങൾ എല്ലാവരും ഐക്യപ്പെടുവാൻ പ്രാപ്തരാകേണ്ടതിന് നിങ്ങൾക്ക് ബോധജ്ഞാനം നൽകുവാനുമായി ഞാൻ വരുന്നു. വസൂല, എനിക്ക് വലിയ ദുഃഖം വരുത്തുന്നതിന് പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്വീകരിക്കുന്നവരുണ്ടാകും. കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതാണ്. അവരുടെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിനു വേണ്ടി അവർ എന്റെ പ്രകാശത്തിലേക്ക് വരുവാൻ വിസമ്മതിക്കുന്നു. എന്നാൽ എന്റെ ഭക്തരും എന്റെ പ്രവൃത്തികളെ ആത്മാർത്ഥമായി അംഗീകരിക്കുന്നവരും എന്നെ അനുഗമിക്കുന്നവരും തങ്ങളുടെ പ്രവൃത്തികൾ വെളിപ്പെടുമെന്നുള്ള ഭയം കൂടാതെ എന്റെ പ്രകാശത്തിലേക്ക് വരും. കാരണം തങ്ങൾ ചെയ്യുന്നതെല്ലാം തങ്ങളുടെ ദൈവമായ എന്നിലാണ്, എന്നോടാണ് ചെയ്യുന്നതെന്ന് അവർക്ക് വ്യക്തമാകും. നിങ്ങൾ എന്റെ വചനം പാലിക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സത്യം പറയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്നത്തെ എന്റെ വചനത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യത്തിൽ ആത്മാർത്ഥത പരിശീലിക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സ്നേഹത്തിൽ ഐക്യപ്പെടുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും. അതുവഴി നിങ്ങൾ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നിങ്ങൾക്ക് നൽകുന്നതിനു വേണ്ടി എന്റെ ഹൃദയം എന്റെ ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ എല്ലാവരുടെയും അടുക്കിലേക്ക് വരുന്നു. ഞാൻ നിരന്തരമായി സ്നേഹാഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ ദൈവമായ എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അനേകരും എന്നെ തിരസ്കരിക്കുന്നു. കാരണം അവരുടെ ഹൃദയങ്ങൾ കഠിനമായിരിക്കുന്നു. അവർ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എന്റെ സ്നേഹാഭ്യർത്ഥന അവർ കേൾക്കുമായിരുന്നു. അവർ എന്നെ കേൾക്കുവാൻ വിസമ്മതിക്കുന്നെങ്കിൽ അതിന് കാരണം മക്കൾ എന്ന നിലയിൽ എനിക്ക് അവരെ നഷ്ടമായിരിക്കുന്നു എന്നതാണ്. എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ ആടുകൾ എന്റെ സ്വരം തിരിച്ചറിയുന്നു. എന്റെ സ്വരം തിരിച്ചറിയാത്തവർ എന്റെ ആടുകളിൽപ്പെട്ടവരല്ല. കാരണം അവർ എന്റെ സർവശക്തിയിൽ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്റെ ആടുകൾ ചിതറിക്കപ്പെട്ടിരിക്കുന്നതെന്നും എന്റെ ശരീരമായ സഭ വികൃതമാക്കപ്പെട്ടിരിക്കുന്നതെന്നും നിനക്കറിയാമോ? എന്തുകൊണ്ടാണ് എന്റെ സഭയിൽ അനൈക്യം കുടികൊത്തി വാഴുന്നതെന്ന് നിനക്കറിയാമോ? അതിന് കാരണം അവരെ വഴി കാണിക്കുന്നതിന് യാതൊരു പ്രകാശവുമില്ലാതെ അവർ അന്ധകാരത്തിൽ നടക്കുകയായിരുന്നതുകൊണ്ടാണ്. പ്രകാശമായ എന്നെ അന്വേഷിക്കുക, ഞാൻ നിങ്ങളെ വഴി നയിക്കും. നിങ്ങളുടെ അസഹിഷ്ണുതയും പിടിവാശിയും വലിച്ചെറിയുക. നിങ്ങൾ ശാന്തശീലരും വിനയവുമുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. എന്റെ ജീവരസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഞാൻ നിറയ്ക്കട്ടെ. നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ നല്ല ഇടയനാണ് ഞാൻ. വസൂല, എന്നോട് സംസാരിക്കുക. എന്നെ നിന്റെ പരിശുദ്ധനായ സന്തത സഹചാരിയായി കരുതുക. എന്റെ ദൈവമേ, ഞാൻ അപ്രകാരം ചെയ്യാം. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവളെ, ഞാൻ എന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ ഭരണം എന്നേക്കുമുള്ളതായിരിക്കും. മകളെ, വരൂ, ധൈര്യമായിരിക്കുവൻ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.